Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Difference between Financial Lease and Operating Lease from the subject Financial Services for BBA Semester 3 students of the Kerala University. Let us study the differences between Financial Lease and Operating Lease. First difference. While financial lease is a long-term arrangement between the lessee, user of the asset, and the owner of the asset, whereas operating lease is a relatively short-term arrangement between the lessee and the owner of asset. ഇവിടെ ഫിനാൻഷ്യൽ ലീസും ഓപ്പറേറ്റിംഗ് ലീസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലീസ് ഒരു ലോങ് ടേം അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ലെസ്സി അസറ്റിൻ്റെ യൂസറും അസറ്റിൻ്റെ ഓണറും തമ്മിലുള്ള ഒരു ലോങ് ടേം അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ലോങ് ടേം കോൺട്രാക്റ്റ് ആണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് ആണ്. ഷോർട്ട് ടേം അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഇവിടെ ഒരു ലീസ് എഗ്രിമെൻറ്റിൽ നമുക്കറിയാം ലെസ്സറും ലെസ്സിയും ഉണ്ടാകും. അസറ്റിൻ്റെ യൂസറാണ് ലെസ്സി, അസറ്റിൻ്റെ ഓണറാണ് ലെസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത് ലോങ് ടേം അറേഞ്ച്മെൻറ്റും ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഷോർട്ട് ടേം അറേഞ്ച്മെൻറ്റുമാണ്. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. സെക്കൻഡ് ഡിഫറൻസ്, അണ്ടർ ഫിനാൻഷ്യൽ ലീസ് ഓൾ എക്സ്പെൻസസ് സച്ച് ആസ് ടാക്സസ്, ഇൻഷുറൻസ് എക്സെട്ര ആർ പെയ്ഡ് ബൈ ദ ലെസ്സി, while under operating lease all expenses are paid by the owner of the asset. ഫിനാൻഷ്യൽ ലീസും ഓപ്പറേറ്റിംഗ് ലീസും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലീസിൽ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസ് ആയ ടാക്സസ്, ഇൻഷുറൻസ് ഇവയൊക്കെ ലെസ്സിയാണ് പേ ചെയ്യുന്നത്. ലെസ്സി എന്ന് പറയുന്നത് യൂസർ ഓഫ് ദ അസറ്റ്. ആ അസറ്റ് വാടകയ്ക്കെടുത്ത് അല്ലെ പാട്ടത്തിനെടുത്ത് ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ് ഫിനാൻഷ്യൽ ലീസിൽ എക്സ്പെൻസസ് പേ ചെയ്യുന്നത്, ടാക്സസും ഇൻഷുറൻസും ഒക്കെ. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിൽ ഇത്തരം എക്സ്പെൻസുകളൊക്കെ പേ ചെയ്യുന്നത് ഓണർ ഓഫ് ദ അസറ്റ് അഥവാ ലെസ്സറാണ്. പാട്ടത്തിന് കൊടുക്കുന്ന ആൾ തന്നെയാണ് ഈ എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യുന്നതും എന്നുള്ള വ്യത്യാസം ഉണ്ട്. അതാണ് ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലീസിൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ലെസ്സിയും ഓപ്പറേറ്റിംഗ് ലീസിൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ലെസ്സറുമാണ്. അപ്പോൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക, ലെസ്സി എന്ന് പറഞ്ഞത് യൂസർ ഓഫ് ദ അസറ്റും ലെസ്സർ എന്ന് പറയുന്നത് ഓണർ ഓഫ് ദ അസറ്റുമാണ്. തേർഡ് ഡിഫറൻസ്, ദ ലീസ് ടേം അണ്ടർ ഫിനാൻഷ്യൽ ലീസ് കവേഴ്സ് ദ എൻറ്റയർ എക്കണോമിക് ലൈഫ് ഓഫ് ദ അസറ്റ് which is not the case under operating lease. മൂന്നാമത്തെ ഫിനാൻഷ്യൽ ലീസും ഓപ്പറേറ്റിംഗ് ലീസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ലീസ് ടേം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ലീസ് ടേം എന്ന് വെച്ചാൽ പാട്ട കാലാവധി. ഫിനാൻഷ്യൽ ലീസിൻ്റെ കേസിൽ പാട്ട കാലാവധി എന്ന് പറയുന്നത് ആ അസറ്റിൻ്റെ എൻറ്റയർ എക്കണോമിക് ലൈഫും കവർ ചെയ്യുന്നതായിരിക്കും. എന്താണ് ഒരു അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞാൽ? ആ അസറ്റ് കൊണ്ട് എത്രമാത്രം വരുമാനം ഉണ്ടാക്കാം, എത്ര നാൾ വരെ വരുമാനം ഉണ്ടാക്കാം, അതിനാണ് അതിൻ്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. എത്ര നാൾ വരെ അസറ്റിൽ നിന്ന് വരുമാനം ലഭിക്കും, അതിനാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസറ്റിന് എത്ര എക്കണോമിക് ലൈഫ് ഉണ്ടോ അത് മുഴുവൻ കവർ ചെയ്യുന്നതായിരിക്കും ഫിനാൻഷ്യൽ ലീസിൽ ലീസ് ടേം അഥവാ പാട്ട കാലാവധി എന്ന് പറയുന്നത്. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിൽ അങ്ങനെയല്ല. ഓപ്പറേറ്റിംഗ് ലീസിൽ ആ അസറ്റിൻ്റെ എൻറ്റയർ എക്കണോമിക് ലൈഫ് കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലീസല്ല ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. ഫോർത്ത് ഡിഫറൻസ്, under financial lease the lessee cannot terminate or end the lease unless otherwise provided in the contract, which is not the case with operating lease where lessee can end the lease anytime before expiration date of lease. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് ഫിനാൻഷ്യൽ ലീസും ഓപ്പറേറ്റിംഗ് ലീസും തമ്മിലുള്ള നാലാമത്തെ ഡിഫറൻസ് അഥവാ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ലീസ് ലെസ്സിക്ക് എപ്പോൾ വേണമെങ്കിലും എൻഡ് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ലീസിൽ ലെസ്സിക്ക് ആ കോൺട്രാക്റ്റ് എപ്പോൾ വേണമെങ്കിലും ടെർമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൻഡ് ചെയ്യാൻ, അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ റദ്ദാക്കാനായിട്ട് സാധിക്കത്തില്ല. അതല്ല എങ്കിൽ ആ കോൺട്രാക്റ്റിൽ അത്തരത്തിൽ ഇത്ര കാലം കഴിഞ്ഞ് റദ്ദ് ചെയ്യാം അല്ലെങ്കിൽ എൻഡ് ചെയ്യാമെന്ന് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം, പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ലെസ്സിക്ക് അങ്ങനെ തോന്നുന്ന സമയത്ത് ആ ലീസ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനോ എൻഡ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിലാണെങ്കിൽ ലെസ്സിക്ക് എപ്പോൾ വേണമെങ്കിലും എനി ടൈം ആ ലീസിൻ്റെ ഡേറ്റ് എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ എപ്പോൾ വേണമെങ്കിലും ആ ലീസ് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻഡ് ചെയ്യാം.
അപ്പോൾ ഒന്നുകൂടെ പറയാണ്, ഫിനാൻഷ്യൽ ലീസിൽ ലെസ്സിക്ക്, അതായത് യൂസർ ഓഫ് ദ അസറ്റിന് ആ ലീസ് കോൺട്രാക്റ്റ് ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യാനോ എൻഡ് ചെയ്യാനോ സാധിക്കും. അത് പക്ഷേ ആ കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു പ്രൊവിഷനായിട്ട് പറഞ്ഞിരിക്കണം. അങ്ങനെ പറ്റുമെന്ന് അല്ലെങ്കിൽ പരസ്പരം സമ്മതിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ അത്തരത്തിൽ എൻഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയാസവും ഇല്ല. ലെസ്സിക്ക് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും ഈ ലീസ് കോൺട്രാക്റ്റ് എൻഡ് ചെയ്യാനോ ടെർമിനേറ്റ് ചെയ്യാനോ സാധിക്കും. Fifth difference: while the rent which is paid by the lessee under financial lease is enough to fully amortize the asset, which is not the case under operating lease. So let us see what is amortization. The action or process of reducing or paying off a debt with regular payments. Amortization എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെറ്റ്, ഒരു കടം, അത് റെഗുലർ പേയ്മെൻറ്റ്സിലൂടെ, നിരന്തരമായ അടവുകളിലൂടെ അത് തീർക്കുന്ന അല്ലെങ്കിൽ കുറയ്ക്കുന്ന ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ലീസിൽ നമുക്കറിയാം ലീസ് റെൻ്റൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലീസ് റെൻ്റൽസിലൂടെ ഇങ്ങനെ പാട്ട തുകയായിട്ട് ഇങ്ങനെ ഓരോ ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടയ്ക്കുന്ന തുക ഉപയോഗിച്ച് തന്നെ ആ അസറ്റിനെ ഫുള്ളി അമോർട്ടൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ അസറ്റിൻ്റെ തുക മുഴുവൻ കൊടുത്തു തീർക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിൽ അത്തരത്തിൽ സാധിക്കില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലീസിൽ ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഒരു ഫേം അക്വയർ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ അസറ്റ് യൂസ് ചെയ്യുന്നത് യൂസർ ഓഫ് ദ അസറ്റ് ലെസ്സിയും അത് നൽകുന്ന ഓണർ ഓഫ് ദ അസറ്റ് ലെസ്സറുമാണ്. അപ്പോൾ ലെസ്സർക്ക് ലെസ്സി ലീസ് റെൻ്റൽസ് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലീസ് റെൻ്റൽസ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ്സും പേ ചെയ്യുമ്പോൾ ആ അസറ്റിൻ്റെ വില തന്നെ കുറേ നാൾ കഴിയുമ്പോൾ അടഞ്ഞു കഴിയും. അപ്പോൾ ചില ഫിനാൻഷ്യൽ ലീസിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ആ അസറ്റിനെ പർച്ചേസ് ചെയ്യാനായിട്ട്, അതായത് കാലക്രമേണ അത് അത്രയും തുകയായി കഴിയുമ്പോൾ ഈ ലെസ്സിക്ക് അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഈ റെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് പേ ഓഫ് ചെയ്ത് ആ അസറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നു ഫിനാൻഷ്യൽ ലീസിൽ. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിൽ അത്തരമൊരു സാധ്യത ഇല്ല. കാരണം ഓപ്പറേഷണൽ ലീസ് എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങിയ കാലയളവിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ആ അസറ്റിൻ്റെ വില മുഴുവൻ ഈ ലീസ് റെൻ്റൽസിലൂടെ അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇതാണ് ഫിനാൻഷ്യൽ ലീസും ഓപ്പറേറ്റിംഗ് ലീസും തമ്മിലുള്ള അഞ്ചാമത്തെ വ്യത്യാസം. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ്. I hope all of you have understood the topic difference between financial and operating lease quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.